കൊറോണ മഹാമാരി ലോകം മുഴുവൻ പടർന്നു പിടിച്ചതിന്റെ അലയൊലികൾ ഇന്നും അവസാനിച്ചിട്ടില്ല. സാമ്പത്തികമായി തകർന്ന രാഷ്ട്രങ്ങളും പ്രിയപ്പെട്ടവരുടെ ജീവനുകൾ നഷ്ടപ്പെട്ട കുടുംബങ്ങളും ഇന്നും ബാക്കിയാണ്. ഇനിയൊരു മഹാമാരി ഉണ്ടായാൽ താങ്ങാനുള്ള ശേഷി ലോകത്തിനില്ല. പലവിധ മാരക രോഗങ്ങൾ വന്നിട്ടും തലനാരിഴയ്ക്കാണ് പല രാജ്യങ്ങളും രക്ഷപ്പെട്ടത്. പക്ഷേ കോവിഡിന് മുന്നിൽ രാജ്യങ്ങൾ വിറച്ചു. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണു. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന അവസ്ഥയിൽ നിന്ന് കരകയറിയിട്ട് അധികം നാളായിട്ടില്ല. ജനസംഖ്യയുടെ കാൽഭാഗത്തോളം കോവിഡ് കവർന്നെടുത്തത്. ഇനി അത്തരത്തിൽ ഒന്ന് വന്നാൽ എന്ത് ചെയ്യും, എങ്ങനെ അതിനെ നിയന്ത്രിക്കും എന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. എന്നാൽ അത്തരത്തിൽ ഒന്ന് ഇതാ വരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളും. പരിശോധിക്കാം വിശദമായി. ഇപ്പോഴിതാ ലോകത്തെ ആശങ്കയിലാക്കി ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിൽ പടർന്നു പിടിക്കുകയാണ് മാർബർഗ് വൈറസ്. ബ്ലീഡിംഗ് ഐ വൈറസ് എന്നറിയപ്പെടുന്ന ഇത് ബാധിച്ച് ഇപ്പോൾ തന്നെ 15-ലധികം പേർ മരണപ്പെട്ടു കഴിഞ്ഞു. രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ ക്ഷതമുണ്ടാക്കി ആന്തരിക രക്തസ്രാവത്തിലൂടെയും അവയവ സ്തംഭനത്തിലൂടെയുമാണ് മാർബർഗ് വൈറസ് ഇഞ്ചിഞ്ചായി ജീവൻ കവരുന്നത്. അതിമാരകമായ എബോള വൈറസ് ഉൾപ്പെടുന്ന ഫിലോവിരിഡെ അഥവാ ഫിലോ വൈറസ് കുടുംബത്തിൽ ഉൾപ്പെട്ട വൈറസാണ് ഇത്. രണ്ട് വൈറസാണ് എങ്കിലും രണ്ടിനും സമാനമായ ക്ലിനിക്കൽ ലക്ഷണങ്ങളാണ്. 1967 ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലും മാർബർഗിലും സെർബിയയിലും ബെൽഗ്രേഡിലും സംഭവിച്ച രോഗവ്യാപനത്തിലാണ് ഇത് ആദ്യമായി തിരിച്ചറിയപ്പെടുന്നത്. വൈറസ് ഉള്ളിലെത്തി 2 മുതൽ 21 ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ പ്രത്യക്ഷമായി തുടങ്ങും. ഉയർന്ന പനി, കടുത്ത തലവേദന, പേശിവേദന തുടങ്ങിയ ലക്ഷണങ്ങളോടെയാണ് രോഗം ആരംഭിക്കാറുള്ളത്. അതിസാരം വയറുവേദന, ഓക്കാനം, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങൾ 3-ാം ദിവസം മുതൽ പ്രത്യക്ഷമാകും. ഒരാഴ്ച വരെ അതിസാരം നീണ്ടു നിൽക്കാം. കണ്ണുകൾ കുഴിഞ്ഞ് മുഖത്ത് ഭാവങ്ങളൊന്നുമില്ലാതെ അത്യധികം ക്ഷീണവുമായി പ്രേത സമാനമായ മുഖഭാവങ്ങൾ ഈ വൈറസ് രോഗികളിൽ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. പഴംതേനീ വവ്വാലുകളായ റോസെറ്റസിൽ നിന്നാണ് ഈ വൈറസ് മനുഷ്യരിലേക്ക് എത്തിയത്. ഈ വവ്വാലുകൾ തങ്ങുന്ന ഗുഹകളിലും ഖനികളിലും ദീർഘനേരം ചെലവിടുന്ന മനുഷ്യർക്ക് വൈറസ് വരാനുള്ള സാധ്യത അധികമാണ്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രക്തം, ശരീരസ്രവങ്ങൾ, അവയവങ്ങൾ, മുറിവുകൾ എന്നിവ വഴി വൈറസ് പകരാം. രോഗി ഉപയോഗിച്ച വസ്ത്രങ്ങൾ, ബെഡ്ഷീറ്റുകൾ എന്നിവയും വൈറസ് വ്യാപനത്തിന് കാരണമായേക്കാം. മലേറിയ, ടൈഫോയിഡ്, ഷിഗല്ലോസിസ്, മെനിഞ്ചോഫൈറ്റിസ്, രക്തസ്രാവം ഉണ്ടാക്കുന്ന മറ്റ് വൈറൽ പനികൾ എന്നിവയിൽ നിന്ന് മാർബർഗ് വൈറസ് രോഗത്തെ തിരിച്ചറിയുക എളുപ്പമല്ല. എലീസ ടെസ്റ്റ്, ആന്റിജൻ ക്യാപ്ചർ ഡിറ്റക്ഷൻ ടെസ്റ്റ്, സെറം ന്യൂട്രലൈസേഷൻ ടെസ്റ്റ്, RT-PCR പരിശോധന, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, കോശ സംസ്കരണത്തിലൂടെയുള്ള വൈറസ് ഐസൊലേഷൻ എന്നിവ വഴിയെല്ലാം രോഗനിർണയം നടത്താം. നിലവിൽ വാക്സിനുകളോ ആന്റിവൈറൽ ചികിത്സകളോ മാർബർഗ് വൈറസ് മൂലമുള്ള രോഗത്തിന് ലഭ്യമല്ല. അതേസമയം 5-ാം പനിയുടെ വർഗത്തിൽപ്പെട്ട പുതിയൊരു മാരക വൈറസിനെ ശാസ്ത്രലോകം കഴിഞ്ഞ മാസം കണ്ടെത്തിയിരുന്നു. അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് ഈ വൈറസിനെ കണ്ടെത്തിയിരിക്കുന്നത്. 5-ാം പനിയും മുണ്ടിനീരും എല്ലാം മനുഷ്യരിൽ ഉണ്ടാക്കുന്ന വൈറസിന്റെ ഇനത്തിൽപ്പെട്ടതാണ് ഇതുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഡോക്ടർ ജോൺ നിക്കി എന്ന ശാസ്ത്രജ്ഞനാണ് ഇത് സംബന്ധിച്ച ഗവേഷണ ഫലങ്ങളുമായി രംഗത്ത് വന്നത്. തന്റെ വളർത്തുപൂച്ച കടിച്ചെടുത്ത് കൊണ്ടുവന്ന എലിയെ പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വൈറസിന്റെ സാന്നിധ്യം അതിൽ കണ്ടെത്തിയത്. സാധാരണയായി ആഫ്രിക്കയിലും ഏഷ്യയിലും തെക്കൻ അമേരിക്കയിലുമാണ് ഇത്തരം ജീലോംസ് വൈറസുകൾ കണ്ടുവരാറുള്ളത്. എലികളിൽ മാത്രമാണ് ഈ വൈറസ് ഉള്ളതെന്നാണ് നേരത്തെ കരുതിയിരുന്നതെങ്കിലും പിന്നീട് വവ്വാലുകളിലും പൂച്ചകളിലും ഈ രോഗാണുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ മനുഷ്യരിലും ഈ വൈറസ് കടന്നു കയറാമെന്നാണ് ഗവേഷകർ പറയുന്നത്. ലോകം വീണ്ടും ഒരു മഹാമാരിയെ നേടുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് വേണ്ടത് കരുതലാണ്.